ഇന്ന് നടക്കുന്ന കല്യാണമാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു രീതിയിലുള്ള കല്യാണമാണ് ഇന്ന് നടക്കുന്നത്. നീ എന്റെ സങ്കേതമാകുന്നു, അനർത്ഥം നിരൂപിക്കുകയില്ല. ഒരു പാദത്തിന്റെ കൂടെ ഏർപ്പെടുക്കുകയും എന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടവന്മാരോട് കൽപ്പിക്കും. ज्यादा प्यार नीचे यही बोलती है ना आपकी। अरबिक किस മോനെ നിങ്ങൾ ഇവിടെ കല്യാണ പെണ്ണ് മന്ദം മന്ദം ഇറങ്ങി വരികയാണ്. ഈ കല്യാണം നടക്കുന്നത് സെലിബ്രേഷൻ എന്ന പേരുള്ള ഓഡിറ്റോറിയത്തിലാണ് കല്യാണം നടക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ സെലിബ്രേഷൻ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ്. സെലിബ്രേഷൻ ഓഡിറ്റോറിയം. ഇത് ചെറുക്കൻ വന്ന വണ്ടിയാണിത്. ഇതിലാണ് അവർ കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്.
കണ്ടുകൊണ്ടിരിക്കുന്നത് പൈസ വാരി എറിയുന്ന കാഴ്ചയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൈസ തറയിൽ വീഴുന്ന പൈസ എടുക്കേണ്ടത് അവിടെ ചണ്ട കൊട്ടാൻ വന്നവർ, കുഴലുകുത്തുകാർ, കുതിരയെ കൊണ്ടുവന്നവർ, അങ്ങനെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ആ പൈസ അവരെ എടുക്കാൻ പാടുള്ളൂ. അവർക്ക് വേണ്ടിയാണ് പൈസ. അവരിങ്ങനെ 100-ൻ്റെയും 500-ൻ്റെയും 2000-ൻ്റെ നോട്ട് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ. നമ്മളിപ്പം കണ്ട മാല ചെറുക്കൻ വീട്ടുകാർ വരുമ്പോൾ അവർക്ക് കഴുത്തിലിട്ട് അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ആ മാല. ചെറുക്കൻ വീട്ടുകാരുടെ ബന്ധുക്കാരെ ക്ഷണിക്കാനുള്ള മാലയാണത്. കല്യാണ പെണ്ണിൻ്റെ സഹോദരന്മാർ മണവാളനെ എടുത്തോണ്ട് വരണം, തോളിലേറ്റിക്കൊണ്ട് വരണം. ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. വാദ്യഘോഷങ്ങളോടാണ് അകത്തോട്ട് പ്രവേശിക്കുന്നത്. മൂത്ത സഹോദരിയാണ് അകത്തോട്ട് ക്ഷണിക്കുന്നത്. മൂത്ത സഹോദരി. ये अंदर जाएगी। मैम एक मिनट, नहीं देखिए, हो गया फोटो लेना, उसने फोटो लेना कहने रहे उस साइड हो गया। हां भाई स्वागत है। पूरा खिलाओ, पूरा बेटा अंदर आ। अंटी नाक दबा दी तुम्हारे अभी मानेगा वो बाद में चला लियो। उसको एक बार नोची का हो गया। लड़की हाँ बोलो बोलो हाँ कौन डील करेगा बोलो 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 लो भाई 10 रुपए നാട മുറിച്ച് വേണം അകത്തോട്ട് പ്രവേശിക്കാൻ. നാട മുറിച്ച് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ.
പെണ്ണിപ്പോഴേ വരത്തില്ല. പെണ്ണ് വരണമെങ്കിൽ ചെറുക്കൻ വന്ന് ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് ശേഷമേ പെണ്ണ് വരാൻ പാടുള്ളൂ. പെണ്ണ് കെട്ടാൻ പോകുന്ന പയ്യന് വേണ്ടി കാത്തിരിക്കണം. 2 മണിക്കൂറെങ്കിലും കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോഴേ പയ്യൻ കുതിരപ്പുറത്ത് വരത്തുള്ളൂ. കുതിരപ്പുറത്ത് വന്ന് ഇരിപ്പിടത്തിൽ പോയി ഇരുന്ന ശേഷമേ പെണ്ണ് ഇരിപ്പിടത്തിൽ ഇരിക്കാൻ വരത്തുള്ളൂ.